3 കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെന്ന് വിചാരിച്ചാൽ ഒരു കുട്ടി നന്നായി പഠിക്കുന്നുണ്ടാവും, എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടാവും. ഒറ്റ തവണ പറഞ്ഞാൽ മതിയാവും. ചില കുട്ടികളൊക്കെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഈ 3 കുട്ടികളുള്ള വീട്ടിൽ 3 കുട്ടികളും അതുപോലെ ഒരേപോലെ നല്ലവരായിരിക്കണം എന്നില്ല. അപ്പോൾ ചിലരോടൊക്കെ ഒരു കാര്യം 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ പറയേണ്ടി വരും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദേഷ്യം വന്നാലും ആ കുട്ടിയായിരിക്കും അതിൻ്റെ ഇര. നമുക്ക് പുറത്തിപ്പോൾ ഓഫീസിലെ പ്രശ്നമാണെങ്കിലും പുറത്തുള്ള പ്രശ്നമാണെങ്കിലും വീട്ടിലുള്ളവരോടുള്ള പ്രശ്നമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ദേഷ്യം തീർക്കുക ആ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയിലായിരിക്കും. കാരണം അവന് ചീത്ത പറയാൻ കുഴപ്പമില്ല. അവൻ ഓൾറെഡി ചീത്ത കേൾക്കാൻ അർഹനായ ഒരാളാണ് എന്ന രീതിയിലേക്ക് പതുക്കെ പതുക്കെ അച്ഛനും അമ്മയും മാറും. അപ്പോൾ അതൊരിക്കലും പാർഷ്യാലിറ്റി അല്ല. അച്ഛനും അമ്മയ്ക്കും എല്ലാ കുട്ടികളോടും ഒരേപോലെ തന്നെയായിരിക്കും സ്നേഹം. പക്ഷെ പ്രവൃത്തിയിൽ അത് വരുമ്പോൾ ഒരു കുട്ടീനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റേ കുട്ടിക്ക് എപ്പോഴും അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഈ കുട്ടിക്ക് ഇത് വളരെയധികം ബാധിക്കും. അതുപോലത്തെ സിബ്ലിങ്സ് ആയിട്ട് മാത്രമല്ല, അവനെ കണ്ടുപിടിക്കുക ഇവനെ കണ്ടുപിടിക്കുക എന്നിപ്പോൾ സുഹൃത്തുക്കളുടെ മക്കളായിട്ടും ബന്ധുക്കളുടെ മക്കളായിട്ടും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. ഓരോ കുട്ടിയും യുണീക്കാണ്. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ടായിരിക്കും. അപ്പോൾ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് തെറ്റ് പറ്റുമ്പോഴും അവരുടെ കൂടെ നിന്ന് അവരെ വിജയിക്കാനായി പ്രാപ്തരാക്കുക. അല്ലാതെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയാതിരിക്കുക.